ഹായ് മക്കളെ, എന്താണ് എല്ലാ മക്കളുടെയും വിശേഷങ്ങൾ? അപ്പോൾ 4ാം ക്ലാസ്സിൽ കൂട്ടുകാരെ എത്തി അല്ലേ? 3ാം ക്ലാസ് കഴിഞ്ഞു, നമ്മൾ 4ാം ക്ലാസ്സിലേക്ക് എത്തി. 4ാം ക്ലാസ്സിൽ നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. 3ാം ക്ലാസ്സിലും പുതിയ തന്നെ ആയിരുന്നു. 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യൂണിറ്റ് 1 ബിയോണ്ട് ഫിയർ എന്നുള്ളതാണ്. ഓക്കെ, ബിയോണ്ട് ഫിയർ. അപ്പോൾ എന്താണ് കൂട്ടുകാരെ ബിയോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബിയോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പുറം എന്നാണ് ബിയോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നത്. ഫിയർ എന്ന് പറഞ്ഞാൽ ഭയം. ഓക്കെ, അപ്പോൾ ബിയോണ്ട് ഫിയർ എന്ന് പറഞ്ഞാൽ ഭയത്തിന് അപ്പുറമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് യൂണിറ്റിൻ്റെ പേരാണ്. അപ്പോൾ നമുക്ക് നോക്കാം. താഴെ നമുക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് പിക്ചർ? നല്ല മഴ പെയ്യുന്ന ഒരു സമയമല്ലേ, ഇപ്പോഴൊക്കെയുള്ള മഴ പെയ്യുന്ന ഒരു സമയം. നിറയെ വണ്ടികളുണ്ട് റോട്ടിൽ. അതേപോലെ ആ റോട്ടിൽ വലിയ ഒരു മരം വീണിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി ആ മരത്തെ നീക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒന്നാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇനി ഇതിന് താഴെയായിട്ട് നമുക്കൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്. എ ട്രൂ ഹീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദിയർ സ്ട്രെങ്ത് ബട്ട് ബൈ ദിയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. എന്താ പറയുന്നത്? എ ട്രൂ ഹീറോ എന്ന് പറഞ്ഞാൽ, ശരിക്കും ഒരു ഹീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും അവരുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ശക്തിയാണ്. ഒരിക്കലും ഒരു ശക്തിയുള്ള ആൾ എന്നല്ല അർത്ഥമാക്കുന്നത്. ബട്ട് ബൈ ദിയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ, പ്രചോദനം നൽകാനും അതേപോലെ തന്നെ അവരെ നയിക്കാനുമുള്ള ഒരു എബിലിറ്റി ഉണ്ടാവുക എന്നതാണ് ശരിക്കും ഒരു ട്രൂ ഹീറോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ആര് പറഞ്ഞതാണ്? മഹാത്മാഗാന്ധി പറഞ്ഞതാണ്. മഹാത്മാഗാന്ധി എല്ലാവർക്കും അറിയാമല്ലേ? അപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു കോട്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ശരിയാണല്ലേ? ഒരിക്കലും ഒരു ഹീറോ എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര ശക്തിയുള്ള അല്ലെങ്കിൽ ഭയങ്കര തടിയുള്ള ഒരാൾ എന്നല്ല. അയാൾക്ക് മറ്റുള്ളവരെ പ്രചോദനം നൽകാനും അവരെ നയിക്കാനും ഒക്കെയുള്ള ഒരു എബിലിറ്റി ഉണ്ടാകുമ്പോൾ മാത്രമേ അയാൾക്ക് ശരിക്കും ഒരു ഹീറോ ആവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് കൂട്ടുകാരെ മനസ്സിലാക്കുക. ഇനി ഇങ്ങോട്ട് നോക്കൂ. ഇവിടെ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ഇവിടെ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒന്ന് നമ്മുടെ ഗാന്ധിജിയാണ് അല്ലേ? ഗാന്ധിജി ആളുകളെ അഭിസംബോധന ചെയ്യുന്നതാണ് ഒരു ചിത്രം. മറ്റൊന്ന് ഒരു പ്രായമുള്ള ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു ഫാർമറെ കാണുന്നുണ്ട്, റെസ്ക്യൂ ഓഫീസേഴ്സിനെ കാണുന്നുണ്ട് അല്ലേ? അങ്ങനെയുള്ള ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡു വി റിമെമ്പർ ദം ആസ് ഹീറോസ്? ഇവരെ എന്തുകൊണ്ടാണ് നമ്മൾ ഹീറോസ് എന്ന് റിമൈൻഡ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? they remind us the proud of legacy of services and sacrifices. ഇവർ നമുക്ക് വേണ്ടി ഒരുപാട് സർവീസസ് ചെയ്തിട്ടുണ്ട്, സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സാക്രിഫൈസും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവരെ നമ്മളിവരെ സർവീസ് അല്ലെങ്കിൽ ഹീറോസ് ആയിട്ട് നമ്മൾ റിമൈൻഡ് ചെയ്യുന്നത്, ഓർക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് സ്പെഷ്യൽ ക്വാളിറ്റീസ് മേക്ക് ദം ഹീറോസ്? ഇവരുടെ എന്ത് ക്വാളിറ്റീസ് ആണ് ഇവരെ ഹീറോസ് ആക്കി മാറ്റുന്നത്? കറേജ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ധൈര്യം. അതുപോലെ സെൽഫിഷ്നെസ്, ഇവരെന്താണ് ഒരിക്കലും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എപ്പോഴും ത്യാഗങ്ങളും മറ്റുമൊക്കെ സഹിക്കാറുള്ളത്. ആൻഡ് നോബിൾ ക്വാളിറ്റീസ്, അതുപോലെ തന്നെ ഇവർക്ക് നല്ല ഒരുപാട് ക്വാളിറ്റീസും ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവരെ നമ്മൾ ഹീറോസ് എന്നുള്ളതിൽ പെടുത്തുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ സ്റ്റോറിയിലേക്കാണ്. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് ദ സ്റ്റോറി അബൌട്ട് എ ലിറ്റിൽ ഹീറോ. ഒരു ലിറ്റിൽ ഹീറോയുടെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് അത് വായിച്ച് എൻജോയ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സ്റ്റോറിയുടെ പേര് ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്നുള്ളതാണ്. ലിറ്റിൽ ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ കൈയും അതുപോലെ ബിഗ് കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ എന്താണ്? ചെറിയ കൈയും വലിയ ധൈര്യവുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ധൈര്യം. ഓക്കെ, ഫൺ ടൈം. ആദ്യം എന്താണ്? ഒരു ഫൺ ടൈം ആണ്. ദില്ല ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ ഇസാക്ക് were playing in the backyard of their house. അപ്പോൾ ദില്ലയും ദില്ലയുടെ ബ്രദറായിട്ടുള്ള ഇസാക്കും കൂടെ കളിക്കുകയാണ്. എവിടെയാണ് കളിക്കുന്നത്? വീടിൻ്റെ ബാക്ക്യാർഡിലാണ് കളിക്കുന്നത്. ബാക്ക്യാർഡ് എന്ന് പറഞ്ഞാൽ പിൻമുറ്റമാണ്. നമ്മുടെ പിന്നാമ്പുറത്തൊക്കെ ഉള്ള മുറ്റമില്ലേ, അതിനെയാണ് നമ്മൾ ബാക്ക്യാർഡ് എന്ന് പറയാം.
ദിൽന ലുക്ക്ഡ് അപ്പ് അറ്റ് ദ സ്കൈ ആൻഡ് സെഡ്. ദിൽന ആകാശത്തേക്ക് നോക്കിയിട്ട് പറയാണ്, ഇസാക്ക് വി ഷുഡ് ഗോ ഇൻസൈഡ്, ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. നമുക്ക് അകത്തേക്ക് പോവാം, മഴ വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയാണ്. യെസ് ലെറ്റ്സ് ഗോ. ഇസാക്ക് നോഡഡ് ആൻഡ് എ ലിറ്റിൽ വറീഡ്. ആൻഡ് ഇസാക്ക് എന്ത് ചെയ്തു? നോഡഡ് എന്ന് പറഞ്ഞാൽ തലയാട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, തലയാട്ടുക എന്നതിനെയാണ് നമ്മൾ നോഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇസാക്ക് തലയാട്ടിക്കൊണ്ട് എന്ത് ചെയ്തു? കുറച്ച് വറീഡായി. വറീഡ് എന്ന് പറഞ്ഞാൽ വിഷമിച്ചു. എന്താണ്? അകത്തേക്ക് പോകണമല്ലേ, കാരണം പുറത്ത് കളിക്കാനാണ് എല്ലാ കുട്ടികൾക്കും ഇഷ്ടം. അപ്പോൾ ഇസാക്കിനും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവൻ വിഷമിച്ച് തലയാട്ടി അകത്തേക്ക് പോയി. ബോത്ത് ഓഫ് ദം ക്വിക്ക്ലി റാൻ ഇൻ ടു ദ ഹൗസ്. അങ്ങനെ രണ്ടുപേരും എന്താണ്? പെട്ടെന്ന് തന്നെ അകത്ത് കയറി. They went straight to the kitchen and they spotted a plate of cookies on the table. അങ്ങനെ അവരെന്ത് ചെയ്തു? അടുക്കളയിൽ പോയിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുക്കീസൊക്കെ അങ്ങനെ വെച്ചിട്ട് നേരെ ടേബിളിൻ്റെ അടുത്ത് വന്നിരുന്നു. കുക്കീസ്, ഇസാക്ക് said with a big smile as he grabbed one. അപ്പോൾ ഇസാക്കിന് കണ്ടപ്പോൾ കുക്കീസ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അതിൽ നിന്നും ഒരെണ്ണം പിടിച്ചെടുത്തു. ഗ്രാപ്പ് എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുകയാണ്, അതിൽ നിന്നും എടുത്തു. ദിൽന ടു ഗ്രാപ്പ് എ കുക്കി. അങ്ങനെ ദിൽനയും ഒരു കുക്കി എടുത്തു. മോം ഇറ്റ്സ് റെയിനിങ്, ഇസാക്ക് ഷൗട്ടഡ്. അങ്ങനെ ഇസാക്ക് ഉറക്കനെ മമ്മിയുടെ അടുത്ത് പറയാണ്, ഇത് മഴ വന്നു എന്ന് പറയാണ്. ദർ വാസ് നോ റിപ്ലൈ. അപ്പോൾ എന്താണ്? മമ്മിയുടെ അടുത്ത് ഇത് പറഞ്ഞപ്പോഴും മമ്മിയുടെ അടുത്ത് നിന്ന് ഒരു റിപ്ലൈയും അവർക്ക് കേൾക്കുന്നില്ല. ദെൻ ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ വർ ദ ചിൽഡ്രൻ പ്ലേയിങ്? എവിടെയാണ് കുട്ടികൾ കളിച്ചിരുന്നത്? ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ദ ഹൗസ്. അപ്പോൾ താഴെ അതിൻ്റെ ആൻസറും കൂടെ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ ആ വീടിൻ്റെ പിന്നാമ്പുറത്തായിരുന്നു കളിച്ചിരുന്നത്. ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ? നിങ്ങൾക്കും ഇതേപോലെ റെയിനിൽ കളിക്കാൻ ഇഷ്ടമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമാണോ? എന്താണെങ്കിൽ എസ് ഓർ നോ, എന്താണെങ്കിൽ കൊടുക്കാം. ദർ വാസ് നോ റിപ്ലൈ ഫ്രം മദർ. മദറിൻ്റെ സൈഡിൽ നിന്നും ഒരു മറുപടിയും കിട്ടിയില്ല. വാട്ട് മേ ബി ദ റീസൺ? എന്തായിരിക്കും കാരണം? എന്താണ് കാരണം എന്ന് നമുക്ക് നെക്സ്റ്റ് പേജിൽ നോക്കാം. ടിയേഴ്സ് ഓഫ് ഫിയർ. ടിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുനീരാണ്. ഓക്കെ, കണ്ണുനീരിനെയാണ് നമ്മൾ ടിയേഴ്സ് എന്ന് പറയുന്നത്. ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഭയമാണ്. ദെൻ ദേ റാൻ ടു ദ ലിവിങ് റൂം. അവർ നേരെ ലിവിങ് റൂമിലേക്ക് പോയി. മദർ വാസ് ലേയിങ് ഓൺ ദ ഫ്ലോർ. ലേയിങ് എന്ന് പറഞ്ഞാൽ കിടക്കുക. അപ്പോൾ മദർ എന്താണ്? അവിടെ കിടക്കുന്നതായിട്ട് അവർ കണ്ടു. മോം, ദിൽന കോഡ് ലൗഡ്ലി. അപ്പം ദിൽന ഉറക്കനെ മോം എന്ന് വിളിച്ചു. ഷീ ഡിഡിൻറ്റ് ആൻസർ. പക്ഷെ എന്താണ്? അവർ മറുപടി ഒന്നും തന്നില്ല. വൈ ഇസ് മോം ലേയിങ് ഓൺ ദ ഫ്ലോർ? ഈസ് ഷീ സ്ലീപ്പിംഗ്? ഇസാക്ക് ആസ്ക്ഡ് ഹിസ് സിസ്റ്റർ. അപ്പോൾ ഇസാക്ക് സിസ്റ്ററുടെ അടുത്ത് ചോദിക്കുകയാണ്, എന്താണ് മമ്മ ഇവിടെ ഈ ഫ്ലോറിൽ കിടക്കുന്നത്, നിലത്ത് കിടക്കുന്നത് എന്തുകൊണ്ടാണ്? മമ്മ ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചു. മോം വേക്കപ്പ് ഹി കറി. അപ്പോൾ അവനെന്താണ്? അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മ എണീക്ക് എന്ന് പറഞ്ഞു. ഡോണ്ട് വെറി ഇസാക്ക്, ഷീ വിൽ ബി ഓക്കെ, ദിൽന സേ ട്രൈങ് ടു കൺസോൾ ഹിം. അപ്പോൾ ദിൽന എന്ത് ചെയ്തു? അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, അമ്മ ഓക്കെയാണ് എന്ന് പറഞ്ഞു. ദിൽന റഷ് ടു ഹെർ മദർ സൈഡ് ആൻഡ് ഷുക്ക് ഹെർ ജെന്റ്ലി. അപ്പോൾ എന്ത് ചെയ്തു? ദിൽന പതുക്കെ അമ്മയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ സൗമ്യമായിട്ട് ഒന്ന് തൊട്ട് തലോടൊക്കെ ചെയ്തു. മോം പ്ലീസ് വേക്കപ്പ്, ദിൽന ബെഗ്ഡ്. അങ്ങനെ ദിൽന ഇങ്ങനെ ബെഗ് ചെയ്യാന്ന് പറഞ്ഞാൽ യാചിച്ചിട്ട്, നമ്മളിങ്ങനെ കരയാനായി എന്നുള്ള രീതിയിൽ പറയില്ലേ, അങ്ങനെ പറഞ്ഞു, അമ്മ എണീക്കമ്മ എണീക്കമ്മ എന്ന് പറഞ്ഞു. ബട്ട് ഷീ ഡിഡിൻ മൂവ്. പക്ഷെ എന്താണ്? അവരൊന്നും അനങ്ങുന്ന പോലും ഇല്ല. ദിൽന ട്രൈഡ് അഗെയിൻ ഷേക്കിംഗ് ഹെർ എ ലിറ്റിൽ ഹാർഡർ ബട്ട് ഷീ സ്റ്റിൽ ഡിഡിൻ റെസ്പോണ്ട്. അങ്ങനെ ദിൽന അവരെ പതുക്കെ ഇങ്ങനെ വിളിക്കാൻ വേണ്ടി നോക്കി. അവരുടെ ഇങ്ങനെ പതുക്കെ ഒന്ന് തൊട്ട് ഇങ്ങനെ അടിച്ചു നോക്കി, തൊട്ട് നോക്കുകയൊക്കെ ചെയ്യില്ല, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കി. പക്ഷെ എന്താണ്? ഒരു മറുപടിയും അവിടെ നിന്ന് കിട്ടിയില്ല. ഇസാക്ക് ഐസ് ഫീൽഡ് വിത്ത് ടിയേഴ്സ്. അങ്ങനെ ഇസാക്കിൻ്റെ കണ്ണിലൊക്കെ ആകെ വെള്ളം നിറഞ്ഞു. എന്താണ് നമുക്ക് പറ്റിയത് എന്നറിയാനിട്ട്. ഓക്കെ, ഇനി 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, വാട്ട് കുഡ് ഹാവ് ഹാപ്പൻ ടു ദ മദർ? എന്താണ് അമ്മക്ക് പറ്റിയിട്ടുണ്ടാവുക? എന്താണ്? ദർ മദർ ഫെയിൻറ്റ് ആൻഡ് ഫോൾസ് ഡൗൺ ഓൺ ദ ഫ്ലോർ. അവർ നിലത്ത് ഇങ്ങനെ വീണ് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദിൽന ഡു ടു വേക്ക് ഹെർ മദർ അപ്പ്? അമ്മ എണീക്കാൻ വേണ്ടി ദിൽന എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ദിൽന റഷ്ഡ് ടു ഹെർ മദർ സൈഡ് ആൻഡ് ഷുക്ക് ഹെർ ജെന്റ്ലി ബട്ട് ഷീ ഡിഡിൻ മൂവ്. ദിൽന ട്രൈഡ് അഗെയിൻ ഷേക്കിംഗ് ഹെർ ലിറ്റിൽ ഹാർഡർ. അങ്ങനെ ദിൽന എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം തൊട്ട് ഇങ്ങനെ പതുക്കെ തലോട് നോക്കി, കുറച്ച് ഒച്ചത്തിൽ ഇങ്ങനെ ഹാർഡായിട്ട് ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് നോക്കി. പക്ഷെ എങ്ങനെ ചെയ്തിട്ടും അമ്മ എണീക്കുന്നില്ല. നെക്സ്റ്റ്, ദ കറേജ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു പാട്ട് എന്ന് പറയുന്നത്. കറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? ധൈര്യമാണല്ലേ. അപ്പം അടുത്തത് ധൈര്യം എന്നുള്ള ഒരു രീതിയിലേക്ക് പോവുകയാണ്. ദിൽന വാസ് ഓൺലി 8 years old. ദിൽന എന്ന് പറയുന്നത് ആകെ 8 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണ്. ബട്ട് ആസ് ദ എൽഡർ ചൈൽഡ്,
പക്ഷേ അവിടുത്തെ മൂത്ത കുട്ടിയും കൂടെയാണ്. ഷീ ഹാഡ് ടു ഡു സംതിങ്, അവൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഷീ ഫെൽറ്റ് സ്കെയർഡ് ബട്ട് ഷീ ന്യൂ ഷീ ഹാഡ് ടു സ്റ്റേ കാം, പക്ഷെ അവൾക്ക് എന്താണ് ശരിക്കും പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് അവിടെ കാമായിട്ട് നിന്നേ പറ്റും. ഷീ ലുക്ക്ഡ് എവ്രിവെയർ, അവൾ എന്ത് ചെയ്തു, ചുറ്റും നോക്കി. സഡൻലി ദിൽന റിമെമ്പർ ദ ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. അങ്ങനെയാണ് പെട്ടെന്ന് അവൾക്ക് അവളുടെ ഗ്രാൻഡ് മദറുമായിട്ടുള്ള ഒരു ഗെയിം ഓർമ്മ വന്നത്. ഷീ റിമെമ്പർ ഹെർ ഗ്രാൻഡ് മദർ ആസ്കിങ് ടു കോൾ 101 ഇൻ ടൈംസ് ഓഫ് എമർജൻസി. അപ്പോഴാണ് അവൾക്ക് എന്താണ് 101 വിളിച്ചു കഴിഞ്ഞാൽ എമർജൻസിയിലേക്ക് പോകും എന്ന് അവൾക്ക് മനസ്സിലായത്. വാട്ട്സ് യുവർ നെയിം, വേർ ഡു യു ലീവ്. അപ്പോൾ ചോദിക്കുകയാണ് എന്താണ് നിൻ്റെ പേര്, എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ദിൽന റിയലൈസ്ഡ് ദിസ് വാസൻറ്റ് ഗെയിം എനിമോർ, ഷീ ന്യൂ വാട്ട് ഷീ ഹാഡ് ടു ഡു. അപ്പോൾ അവൾക്ക് എന്താണ് അവൾക്ക് മനസ്സിലായി ഇത് ഗെയിമല്ല, എന്തെങ്കിലും എനിക്കിതിൽ ചെയ്തേ പറ്റൂ എന്ന് അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. ദെൻ ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, വൈ ഡിഡ് ദിൽന സ്റ്റേ കാം, എന്തുകൊണ്ടായിരുന്നു ദിൽന കാം ആയിട്ട് നിന്നത്, എന്തുകൊണ്ടാണ്. ഷീ സ്റ്റേഡ് കാം ബിക്കോസ് ഷീ നോ വാട്ട് ഷീ ഹാഡ് ടു ഡു ഡ്യൂറിങ് എമർജൻസി. അവൾക്ക് അറിയാമായിരുന്നു എമർജൻസിയിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവൾക്ക് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് അവൾ കാമായിട്ട് നിന്നത്. വാട്ട് വാസ് ദ ഗെയിം ദാറ്റ് ദിൽന യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. അവൾ ഗ്രാൻഡ് മദറുമായിട്ട് കളിക്കുന്ന ഗെയിം എന്തായിരുന്നു. ഹെർ ഗ്രാൻഡ് മദർ ആസ്കിങ് ടു കോൾ 101 ഇൻ ടൈംസ് ഓഫ് എമർജൻസി. എമർജൻസി വരുമ്പോൾ 101 വിളിക്കണം എന്നുള്ളതായിരുന്നു അവർ തമ്മിലുള്ള ഗെയിം. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ദിൽന ഈസ് ഗോയിങ് ടു ഡു, എന്താണ് ദിൽന ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഐ തിങ്ക് ദിൽന ഈസ് ഗോയിങ് ടു കോൾ ദ എമർജൻസി ഹെൽപ്പ് ലൈൻ. അവൾ എമർജൻസി ഹെൽപ്പ് ലൈനിൽ വിളിക്കാൻ വേണ്ടി പോകും, അതാണ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദ കോൾ ഫോർ ഹെൽപ്പ്, അവൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിക്കുകയാണ്. ഷീ റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101. എന്താണ് അവൾ നേരെ ഫോണിൻ്റെ അടുത്തേക്ക് പോയിട്ട് 101 വിളിക്കുകയാണ്. ദ ഹെൽപ്പ് ലൈൻ നമ്പർ, അത് എന്ത് നമ്പറാണ്, ഹെൽപ്പ് ലൈൻ നമ്പറാണ്. ഹെർ ഹാൻഡ്സ് വെർ ഷേക്കിങ്, അവളുടെ കൈ ഇങ്ങനെ വിറക്കുന്നൊക്കെ ഉണ്ട്. എ ലേഡീസ് വോയിസ് കെയിം ഓൺ ദ ലൈൻ, അപ്പോൾ ഒരു ലേഡിയുടെ സൗണ്ട് ആ ഒരു ലൈനിൽ വന്നു. 101 വാട്ട് ഈസ് യുവർ എമർജൻസി, അപ്പോൾ ചോദിക്കുകയാണ് 101 എന്താണ് നിൻ്റെ എമർജൻസി എന്ന് ചോദിക്കുകയാണ്. ദിൽന ടുക്ക് എ ഡീപ്പ് ബ്രീത്ത്, അവൾ നല്ല ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തു, വളരെ എന്താ പറയുക അങ്ങനെ എടുക്കില്ല അവൾ, അതേപോലെ അവളും ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തു. ദെൻ ഹലോ മൈ നെയിം ഈസ് ദിൽന, എന്നിട്ട് പറഞ്ഞു എൻ്റെ പേര് ദിൽനയാണ്. മൈ മോം ഈസ് ലേയിങ് സ്റ്റിൽ ഓൺ ദ ഫ്ലോർ, എൻ്റെ മമ്മി നിലത്ത് വീണ് കിടക്കുകയാണ്. ബട്ട് ഐ കാൺട്ട് വേക്ക് ഹെർ അപ്പ്, എന്താണ് എനിക്ക് അവരെ എണീപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ദ ലേഡി ആസ്ക്ഡ്, അപ്പോൾ ആ ലേഡി ചോദിച്ചു വെർ ഈസ് യുവർ ഫാദർ, നിങ്ങളുടെ ഫാദർ എവിടെയെന്ന് ചോദിച്ചു. ദിൽന റിപ്ലൈഡ്, അപ്പോൾ ദിൽന എന്താ മറുപടി പറയുന്നത്, ഹീ ഈസ് വർക്കിംഗ് എബ്രോഡ്, അവർ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. ഓക്കെ ദിൽന, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്, ക്യാൻ യു ടെൽ മീ യുവർ അഡ്രസ്. അപ്പോൾ പറയാണ് നീ ഇപ്പോൾ ചെയ്തത് വലിയ കാര്യമാണ്, നീ നിൻ്റെ അഡ്രസ്സ് പറയാമെന്ന് പറയാണ്. ദ ലേഡി സ്പോക്ക് എ സോഫ്റ്റ്ലി ബട്ട് സീരിയസ്ലി, ലേഡി വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ സീരിയസോട് കൂടിയിട്ടുമാണ് സംസാരിക്കുന്നത്. ദെൻ ദിൽന റിമെമ്പർ ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി ജസ്റ്റ് ലൈക്ക് എ ഗ്രാൻഡ് മദർ ഹാഡ് ടോട്ട് ഹെർ. അപ്പോൾ ദിൽന എന്ത് ചെയ്തു, വളരെ ക്ലിയർ ആയിട്ടും വളരെ ശബ്ദത്തോട് കൂടിയിട്ടും അവളുടെ ഗ്രാൻഡ് മദർ എങ്ങനെയാണോ അവളെ പഠിപ്പിച്ചു കൊടുത്തത് അതേപോലെ പറയാണ്. ഐ ലീവ് അറ്റ് 1203 രംന നഗർ സ്ട്രീറ്റ് ഇൻ ചെറുവപ്പാടി. ഓക്കെ, അപ്പോൾ ചെറുവപ്പാടിയിൽ 1203 രാമനഗർ സ്ട്രീറ്റിലാണ് അവർ താമസിക്കുന്നത് എന്ന് പറഞ്ഞു. താങ്ക് യു ദിൽന, ഐ വിൽ ഹെൽപ്പ് യു ദ ലേഡി സൈഡ്. അപ്പോൾ ലേഡി പറഞ്ഞു ഓക്കെ ദിൽന, ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. സ്റ്റേ ഓൺ ദ ഫോൺ വിത്ത് മീ അൺടിൽ ദ ഫയർമാൻ ഗെറ്റ് ദർ. ഓക്കെ, അപ്പോൾ ഫയർമാൻ അവിടെ എത്തുന്ന വരെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു ഫോണ് അവിടെ തന്നെ വെക്കണം എന്ന് പറയാണ്. ദിൽന എഗ്രീഡ്, ദിൽന അത് സമ്മതിച്ചു. ഇനി 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൂം ഡിഡ് ദിൽന കോൾ ഫോർ ഹെൽപ്പ്, വാട്ട് ഡിഡ് ദ ലേഡി സേ. ദിൽന ആരെയാണ് ഹെൽപ്പിന് വേണ്ടി വിളിച്ചത്, ആ ലേഡി എന്താണ് പറഞ്ഞത്. ദിൽന കോൾഡ് ഫയർമാൻ ഫോർ ഹെൽപ്പ്, അപ്പോൾ ഫയർമാനെയാണ് ഹെൽപ്പിന് വേണ്ടി വിളിച്ചത്. ദ ലേഡി എൻക്വയർ അബൌട്ട് ദ സിറ്റുവേഷൻ ആൻഡ് ആസ്ക്ഡ് ദിൽന ടു സ്റ്റേ ഓൺ ദ ഫോൺ അൺടിൽ ദേ റീച്ച്. അപ്പോൾ അവരെത്തുന്നവരെ ദിൽനയോട് ഫോണ് വെക്കാനും അതേപോലെ തന്നെ അവിടുത്തെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ള എൻക്വയറിയും നടത്തി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് യു വെർ ദിൽന വാട്ട് യു ഡു. നിങ്ങളാണ് ദിൽന എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക. ഇഫ് ഐ വെർ ദിൽന ടു ജോയിൻ ഫയർമാൻ ഫോർ ഹെൽപ്പ്. അപ്പം ഞാനും ഒരു ദിൽനയാണെങ്കിൽ ഞാനും ഫയർമാനെ വിളിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. നെക്സ്റ്റ് റിലീഫ്, റിലീഫ് എന്ന് പറഞ്ഞാൽ ആശ്വാസമാണ്. ഓക്കെ, ദിൽന ഹിയർ ദ സൈറൻ ഓഫ് ദ അപ്രോച്ചിങ് ഫയർ എൻജിൻ സൂൺ. അങ്ങനെ ദിൽന കുറച്ച് കഴിഞ്ഞപ്പോൾ
ഫയർ എഞ്ചിൻ്റെ സൗണ്ട് കേട്ടു. ദർ വാസ് എ നോക്ക് അറ്റ് ദ ഡോർ. അപ്പോഴാണ് ഡോറിൽ ഇങ്ങനെ മുട്ടുന്നതായിട്ട് അവൾക്ക് തോന്നി. ദ ലേഡി ഓൺ ദ ഫോർത്ത് സൈഡ്. അപ്പോൾ ആ ഒരു ഫോണിലെ ലേഡി ചോദിച്ചു, ദില്ല ഇറ്റ്സ് സേഫ് ടു ഓപ്പൺ ദ ഡോർ നൗ. നീ സേഫായിട്ട് ഇപ്പോൾ ഡോർ തുറന്നോളൂ എന്ന് പറയാണ്. ദ ഫയർമാൻ ആർ ദർ. ഫയർമാൻ അവിടെ ഉണ്ട്. ഷീ റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺ ഇറ്റ്. അങ്ങനെ ആ ഡോർ ഓപ്പൺ ചെയ്തു. ടു ഫയർമാൻ റഷ്ഡ് ഇൻ. രണ്ട് ഫയർമാനെ അകത്തേക്ക് വന്നു. ദില്ല ലെഡ് ദം ടു ദ ലിവിംഗ് റൂം. ദില്ല അവരെയും കൂട്ടി ലിവിംഗ് റൂമിലേക്ക് പോയി. ഹെർ മോം വാസ് സ്റ്റിൽ ലേയിങ് ഓൺ ദ ഫ്ലോർ. അപ്പോഴും അമ്മ എന്താണ് ആ ഫ്ലോറിൽ ഇങ്ങനെ കിടക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു കെയിം ടു ഹെൽപ്പ് ദില്ല ആൻഡ് ഇസാക്ക്. ദില്ലയെയും ഇസാക്കിനെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആരാണ് വന്നത്? ഫയർ എഞ്ചിൻ കെയിം ടു ഹെൽപ്പ് ദില്ല ആൻഡ് ഇസാക്ക്. ഒരു ഫയർ എഞ്ചിനാണ് ദില്ലയെയും ഇസാക്കിനെയും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ്, ടൈംലി ഹെൽപ്പ്. എന്താണ്? സമയോധിഷ്ഠിതമായ സഹായം. ദ ഫയർമാൻ ചെക്ക്ഡ് ഹെർ മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. അങ്ങനെ ഫയർമാനെ അമ്മയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അവർക്ക് എന്ത് കൊടുത്തു? ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. ഓക്കെ. സ്ലോലി ഷീ ഓപ്പൺ ഹെർ ഐസ്. അങ്ങനെ പതുക്കെ അവർ കണ്ണു തുറന്നു. ദെൻ ദേ ഗേവ് ഹെർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. അങ്ങനെ അവർക്ക് ഒന്നും കൂടെ ആശ്വാസം തോന്നാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് കൊടുത്തു? കുറച്ച് വെള്ളം കൂടെ കൊടുത്തു. മോം ഇസാക്ക് ഷൗട്ടഡ് വിത്ത് ജോയ്. ആണ് സന്തോഷത്തോട് കൂടിയിട്ട് മോം എന്ന് ഇസാക്ക് വിളിക്കുകയാണ്. മോം ദീസ് പീപ്പിൾ ഹെൽപ്ഡ് us. ദിൽന സൈഡ്. അപ്പോൾ ദിൽന പറഞ്ഞു, ഇവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് എന്ന് പറഞ്ഞു. താങ്ക് യു ദ മദർ സെഡ് സോഫ്റ്റ്ലി സ്മൈലിംഗ് അറ്റ് ദ ഫയർമാൻ. അപ്പോൾ ഫയർമാനെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് മദർ താങ്ക് യു പറഞ്ഞു. വൺ ഓഫ് ദ ഫയർമാൻ സെഡ് ടു ദ മദർ. അപ്പോൾ അതിലൊരു ഫയർമാൻ അമ്മയുടെ അടുത്ത് പറയാണ്, യുവർ ഡോട്ടർ ഡിഡ് എ ഗ്രേറ്റ് ജോബ്, ഷീ ഈസ് എ ഹീറോ. ദിൽന ഫെൽറ്റ് ഹാപ്പി. അപ്പോൾ പറയാണ്, ശരിക്കും നിങ്ങളുടെ മകളാണ് നല്ല ഗ്രേറ്റ് ജോബ് ചെയ്തിട്ടുള്ളത്, അവളാണ് ഹീറോ എന്ന് പറയാണ്. ദിൽന സന്തോഷത്തോടെ ചിരിച്ചു. ആക്ച്വലി ഐ വാസ് സ്കെയർഡ്, ദിൽന അഡ്മിറ്റഡ്. അപ്പോൾ ദിൽന അതിൻ്റെ കൂടെ അഡ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ശരിക്കും എനിക്ക് നല്ല പേടിയായിരുന്നു. ഐ ജസ്റ്റ് ഡിഡ് വാട്ട് ഐ ഹാഡ് ടു ഡു. അപ്പോൾ ഞാൻ ചെയ്തു, എന്താണോ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്തു. ദ ഫയർമാൻ സ്മൈൽഡ് ആൻഡ് എ പാറ്റേർഡ് ഹിയർ. ഫയർമാൻ ചിരിച്ചുകൊണ്ട് അവളെ ഒന്ന് ഇങ്ങനെ പുറത്ത് തട്ടി. ഇനി 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ഫയർമാൻ ഡു ടു വേക്ക് ദെയർ മദർ അപ്പ്. അമ്മ എണീക്കാൻ വേണ്ടിയിട്ട് ഫയർമാൻ എന്താണ് ചെയ്തത്? ദ ഫയർമാൻ ചെക്ക്ഡ് മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. എന്താ? അവരെ ചെക്ക് ചെയ്തിട്ട് ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. വൈ ഡിഡ് ഫയർമാൻ സേ ദാറ്റ് ദിൽന വാസ് എ ഹീറോ. എന്തുകൊണ്ടാണ് ഫയർമാൻ ദിൽനയാണ് ഹീറോ എന്ന് പറഞ്ഞത്? ഇറ്റ് ഈസ് ബിക്കോസ് ദിൽന ഇൻഫോംഡ് ദ ഫയർമാൻ ഓൺ ടൈം. ആ കറക്റ്റ് സമയത്ത് ദിൽന എന്ത് ചെയ്തു? ഫയർമാനെ ഇൻഫോം ചെയ്തു. ഇറ്റ് ഹെൽപ്സ് ടു സേവ് ദ മദർ. അതുകൊണ്ടാണ് മദറെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. നെക്സ്റ്റ് വൺ, അവാർഡ് ഫോർ ബ്രേവറി. ധീരതക്കുള്ള അവാർഡാണ് അടുത്തതായിട്ട്. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ ഫയർമാൻ ഇൻവൈറ്റഡ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഫയർമാൻ ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ദേ ഗേവ് ഹെർ ആൻ അവാർഡ്. അവരെന്ത് ചെയ്തു? ഒരു അവാർഡ് കൊടുത്തു. ഷീ ഡിഡിൻ റിയലി ഫീൽ ലൈക്ക് എ ഹീറോ. അവൾക്ക് ശരിക്കും ഒരു ഹീറോ ആയിട്ടൊന്നും തോന്നിയില്ല. ഷീ വാസ് എ ഗ്ലാഡ് ദാറ്റ് ഹെർ മദർ വാസ് സേഫ്. കാരണം എന്താണ്? അവൾക്ക് അവളുടെ അമ്മ സേഫായി എന്നതിലായിരുന്നു സന്തോഷം. ആസ് ദേ ലെഫ്റ്റ് ദ ഫയർ സ്റ്റേഷൻ ദിൽന ടേൺ ടു ഇസാക്ക് ആൻഡ് സെഡ്. അങ്ങനെ ആ ഫയർ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയ ശേഷം ദിൽന ഇസാക്കിനെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, യു നോ ഇൻ ആൻ എമർജൻസി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു. ഒരു എമർജൻസി വന്നാൽ നീ മനസ്സിലാക്കണം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഐ വിൽ ടീച്ച് യു. ഞാൻ നിന്നെ പഠിപ്പിക്കാം. ജസ്റ്റ് ലൈക്ക് ഗ്രാൻഡ് മദർ ടോട്ട് മീ. ഗ്രാൻഡ് മദർ എന്നെ എങ്ങനെയാണോ പഠിപ്പിച്ചത് അതേപോലെ ഞാൻ നിന്നെയും പഠിപ്പിക്കാം. ഇസാക്ക് ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിസ് സിസ്റ്റർ ആൻഡ് സ്മൈൽഡ്. എന്നിട്ട് ഇസാക്ക് എന്ത് ചെയ്തു? സിസ്റ്ററെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു. താങ്ക്സ് ദിൽന, യു ആർ ദ ബെസ്റ്റ്. അപ്പോൾ ദിൽനയോട് പറയാണ്, നീയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. വൈ ഡിഡ് ദ ഫയർമാൻ ഇൻവൈറ്റ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ. എന്തിനാണ് ഫയർമാൻ ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ചത്? എന്തിനായിരുന്നു? ഫയർമാൻ ഇൻവൈറ്റഡ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ ടു ഗീവ് ആൻ അവാർഡ്. ഓക്കെ, വൺ മിസ്റ്റേക്ക്. ആൻ അവാർഡാണ് കേട്ടോ. ആൻ അവാർഡ് ഫോർ ബ്രേവറി. ധീരതക്കുള്ള അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡിൻറ്റ് ദിൽന കൺസിഡർ ഹെർ സെൽഫ് എ ഹീറോ. എന്തുകൊണ്ടാണ് ദിൽനക്ക് അവൾ ഒരു ഹീറോ അല്ല എന്ന് തോന്നിയത്? ദിൽന ഡിഡിൻ കൺസിഡർ ഹെർ സെൽഫ് ആസ് എ ഹീറോ ബിക്കോസ് ഷീ കൺസിഡർ ഇറ്റ് ആസ് എ റെസ്പോൺസിബിലിറ്റി. അവൾ വിചാരിച്ചത് ഞാനൊരിക്കലും ഒരു ഹീറോ അല്ല, ഇതെൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ് അവൾ വിചാരിച്ചത്. വാട്ട് ലെസൺ ഡിഡ് യു ലേൺ ഫ്രം ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ലെസണാണോ കിട്ടിയത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അത് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളവിടെ എഴുതി കൊടുക്കുക. ഇത്രയുമാണ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ കുറച്ച് ഗ്ലോസറി കൊടുത്തിട്ടുണ്ട്.
അഥവാ കുറച്ച് ന്യൂ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. എബ്രോഡ് എന്ന് പറഞ്ഞാൽ വിദേശത്താണ്, ഇൻ എ ഫോറിൻ കൺട്രി എന്നതാണ്. അഡ്മിറ്റ് എന്ന് പറഞ്ഞാൽ ടു എഗ്രി, സമ്മതിച്ചു എന്നതാണ്. അപ്രോച്ച് ടു കം നിയർ, അതിന് തൊട്ടടുത്ത് ആയി എന്നുള്ളതാണ്. ബാക്ക്യാർഡ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ലാൻഡ് ബിഹൈൻഡ് എ ബിൽഡിംഗ്, ഒരു ബിൽഡിങ്ങിൻ്റെ പുറകുവശത്തുള്ള സ്ഥലത്തെ പറയുന്ന പേരാണ്. ബെഗ് എന്ന് പറഞ്ഞാൽ ടു ആസ്ക് ഹംബ്ലി ഫോർ സംതിങ്, നമ്മൾ വളരെ ഹംബിളോട് കൂടിയിട്ട് എന്തെങ്കിലും ആവശ്യപ്പെടുന്നതിനെ പറയുന്നതാണ്. ബ്രേവറി എന്ന് പറഞ്ഞാൽ ദ ക്വാളിറ്റി ഓഫ് ബീങ് ഫെയർലെസ്, എന്താണ്, പേടിയില്ലാത്തതിനെയാണ് നമ്മൾ ബ്രേവറി എന്ന് പറയുക, അഥവാ ധീരത. കൺസോൾ എന്ന് പറഞ്ഞാൽ ടു കംഫർട്ട് സംതിങ്, ഒരാളെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ കംഫർട്ടാക്കി വെക്കുന്നതിനെയാണ്, അഥവാ ആശ്വസിപ്പിക്കുന്നതാണ്. എമർജൻസി ആൻഡ് അർജൻറ്റ് സിറ്റുവേഷൻ, ഫയർമാൻ പീപ്പിൾ ഹു ഫൈറ്റ് ഫയർസ്, ഗ്രാബ് ടു സ്നാച്ച് സംതിങ് ക്വിക്ക്ലി, pretend to make others believe something, realize to understand a situation, spot to see or notice something. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ആക്ടിവിറ്റീസ് ആണ് നോക്കാനുള്ളത്. ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ചാപ്റ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.